നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ നാളായി സൗദിയിൽ കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ നേരിയ കുറവാണ് അനുഭവപ്പെടുന്നത്. മരണങ്ങളിലും നേരിയ കുറവ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ കോവിഡ് ശക്തമായി തിരിച്ചുവരുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കോവിഡ് വ്യാപനത്തെക്കുറിച്ചുള്ള അവലോകന യോഗത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഡ് വാക്സിൻ പരീക്ഷണം സൗദിയിലും പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മാത്രമല്ല, ആരോഗ്യ മന്ത്രാലയം നിശ്ചയിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ചകളിലായി കോവിഡിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നതായാണ് സൗദി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ അറിയിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തെക്കുറിച്ചുള്ള അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല രാജ്യങ്ങളും വൈറസിന്റെ രണ്ടാം വരവിന് സാക്ഷികളാണെന്നും നേരത്തെ ഉണ്ടായിരുന്ന മുൻകരുതൽ നടപടികൾ അവഗണിച്ചതിന്റെ ഫലമായാണ് അങ്ങനെ സംഭവിച്ചതെന്നും മന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. മാസ്ക് ധരിച്ചും സാമൂഹിക അകലം കൃത്യമായി പാലിച്ചും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് സൗദിയിൽ രോഗവ്യാപനത്തിന്റെ തോത് ഇപ്പോൾ വൻതോതിൽ കുറഞ്ഞിരിക്കുന്നതെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. തീവ്രപരിചരണ വിഭാഗത്തിലെ രോഗികളുടെ എണ്ണവും ദിനം പ്രതി കുറഞ്ഞു വരികയാണ്. പല രാജ്യങ്ങളിലും വൈറസിന്റെ രണ്ടാം വരവ് അതിശക്തമായാണ് കാണപ്പെടുന്നത് പോലും. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കണമെന്നും കോവിഡ് വാക്സിൻ പരീക്ഷണം പല രാജ്യങ്ങളിലും എന്ന പോലെ സൗദിയിലും നടന്നു വരുന്നുണ്ടെന്നും ആർക്കെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ പോയി സാമ്പിൾ പരിശോധിച്ച് ഏറ്റവും അടുത്തുള്ള ക്ലിനിക്കുകളിൽ പോയി ചികിത്സ തേടണമെന്നും മന്ത്രി തൗഫീഖ് അൽ റബിയ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പ്രവാസികളോട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.